ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ആ മുറിയിൽ നിന്നൊന്നും വിട്ടുപിടിച്ച് പുറം ലോകത്തിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കുറേ പേര് പറഞ്ഞു ആ ബാക്ക്ഗ്രൗണ്ട് ബോറടിച്ച് തുടങ്ങി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു സ്വാഭാവികം, നമ്മളിപ്പം പലരുടെയും വീഡിയോസ് കാണുന്നതാണ്. നമ്മളൊരിടത്ത് സ്ഥിരമായിട്ടിരുന്നാൽ എല്ലാവർക്കും ബോറടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ ഇടാനിരുന്നതല്ല. ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ക്ഷാമം ഉള്ളത് കൊണ്ടാണ് ഇടാത്തത്. പക്ഷേ ചിലർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി തരും, അവരോട് നന്ദിയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കി തരാതിരിക്കുക. സംഭവം വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ടാണ് കുട്ടികളെ എൻ്റെ കുട്ടികളെ ആരും നോക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട്, അതായത് എനിക്കില്ലാത്ത പരാതി വേറെ കുറച്ച് പേർക്ക് ഉണ്ട് കേട്ടോ. അതിൽ വന്ന കമൻ്റാണ്, യൂസർ എന്നാണ് കേട്ടോ പേര്. ചേച്ചി ഫസ്റ്റ് ഡിംപിളിൻ്റെ അവളുടെ ഹസ്സിൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്യാൻ പറയുക, ഇല്ലെങ്കിൽ ഇന്നയാളുടെ പേരാണ് കേട്ടോ. ചെയ്ത പോലെ ഡിംപിളിനെ റോഡിൽ കൂടെ ഓടിക്കൂ, അപ്പോൾ പ്രോബ്ലംസൊക്കെ സോൾവ് ആകും, പ്രോബ്ലംസ് ഓക്കെ ആവും. അപ്പോൾ ഈ കുട്ടിയുടെ പേര് അശ്വിനി അശോകൻ എന്നാണ് കേട്ടോ. 10 മാസം മുമ്പ് തുടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു അക്കൗണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോയിൽ അതായത് നമ്മുടെ ഈ ഒരു ചാനലിൽ കമൻ്റ് ഇടുന്നത്. കാരണം നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. അശ്വിനി അശോക് എന്നാണ്. അപ്പോൾ ഞാൻ രാത്രി 12 മണിക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് ഫോണൊന്ന് എടുത്തത് കയ്യിൽ നോക്കാനായിട്ട്, കമൻസും കാര്യങ്ങളും ഒക്കെ നോക്കാനായിട്ട്. ഈ പറയുന്ന ആരാണ് ഈ റോഡിൽ കൂടെ ഓടിപ്പോയത് നിങ്ങൾ കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ ഇപ്പോൾ ഡിംപിളിനെ ഞാൻ ഓടിക്കണമെങ്കിൽ ഈ റോഡിൽ കൂടെ വേണോ, താഴത്തെ റോഡിൽ കൂടെ വേണോ? അതായത് നമുക്ക് കുറേ റോഡുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കൂടെ പോയാൽ പൂച്ചട്ടി വഴി പോകാം, ഇതിന് താഴെ കൂടെ പോയാൽ കൊഴുക്കള്ളി വഴി പോകാം, ഈ അംഗൻവാടിയൊക്കെ വഴി പോയാൽ അപ്പുറത്തെ അമ്പലത്തിൻ്റെ സൈഡിൽ ചെല്ലാം. ഏത് വഴി വേണമെന്നുള്ളത് ആരാണ് അശ്വിനി അശോകൻ തീരുമാനിച്ചാൽ മതി, പറയാട്ടോ. അപ്പോൾ ഡിംപിളിനോട് ഞാൻ ചോദിച്ചു, ഡിംപിളിനെ ഓടിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഡിംപിൾ പറഞ്ഞു ഫോൺ മാത്രം മതി എന്ന് പറഞ്ഞു. കാരണം ഡിംപിളിൻ്റെ വഴിയൊന്നും അത്ര നിശ്ചയില്ല. അപ്പോൾ ഫോണെങ്കിൽ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും വേണം. പിന്നെ ഡിംപിൾ ഗൂഗിൾ പേ മാത്രം യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഗൂഗിൾ പേ അത്യാവശ്യമാണ്. അപ്പോൾ ഓടുമ്പം വേറെ ഒന്നും കയ്യിലെടുക്കാൻ പറ്റില്ലെന്ന് ഡിംപിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ അശ്വിനി. ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മൾ നെഗറ്റീവിനെ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ മൈൻഡിനെ നമ്മൾ വല്ലാണ്ട് പറഞ്ഞ് പഠിപ്പിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശരി പോട്ടെ, പാവം നമ്മളെ പറയത്തില്ലേ, 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു. ഇത് ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് ഇത്രയേ റിപ്ലൈ കൊടുത്തുള്ളൂ, നല്ല ഐഡിയ തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട്. ദൈവം സഹായിച്ച് ടച്ചുവിട്ട് ഞങ്ങൾ തമ്മിൽ നിലവിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹസ്സിൻ്റെ വീട്ടിൽ എനിക്ക് പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. മോറോവർ ഇത് ഡിംപിളിൻ്റെ വീടാണ്. അപ്പോൾ ഡിംപിളിനെ എപ്പം എവിടെ നിൽക്കണം, എവിടെ പോകണം എന്നുള്ളത് ഡിംപിളിൻ്റെ ഇഷ്ടമാണ്. അല്ലാതെ വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ ഇപ്പോൾ അവിടെ പോയി നിൽക്കുക. ഇപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഡിംപിളിനോട് ചോദിക്കും ആൻസൻ്റെ വീട്ടിൽ എന്താ പോവാത്തതെന്ന്, എന്നോട് ചോദിക്കും എന്താ എൻ്റെ വീട്ടിൽ പോവാത്തതെന്ന്. ഇതിൽ സത്യം പറഞ്ഞാൽ ഏതാണ് ലോജിക് ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പറയണം കേട്ടോ. കാരണം എന്നോടൊന്ന് ഡിംപിളിനോടൊന്ന്, ഇതിൽ ഏത് ന്യായം ആണ് ഞാൻ സ്വീകരിക്കേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ആ ഒരു കൺഫ്യൂഷൻ എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഒരാളെ ഓടിക്കാൻ പറയാം, ആ പ്രോബ്ലംസ് സോൾവ് ആവുമെന്ന് പറയാം. കുട്ടിക്ക് എന്ത് അറിഞ്ഞിട്ടാണ് ചാടിക്കുക? നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുക, ഓടിക്കുക. പിന്നെ ആരെയാണ് ഇവിടെ റോഡിൽ കൂടെ ഓടിച്ചത് കുട്ടി കണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനുള്ള മറുപടി തരാം. ഇപ്പം എനിക്ക് ഇനി ഇറങ്ങി ഓടാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുന്ന ആളെ ഇറക്കി ഓടിക്കാനും പറ്റില്ല അല്ലേ. അപ്പം എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിനകത്തൊന്ന് ഇരുന്ന് പൊക്കോട്ടെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലരുടെ കമൻസ്, അതായത് എന്നെ ഭയങ്കര ഫേവർ ചെയ്ത് സംസാരിക്കും, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവരെ ഫേവർ ചെയ്ത് സംസാരിച്ചിട്ട് എന്നെ കുറ്റം പറയും. അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഡിംപിളിൻ്റെ ചാനലായാലും മമ്മിയുടെ ചാനലായാലും ഒക്കെ ഞാൻ കാണാറുണ്ട്. കുറേയൊക്കെ നമ്മൾ കണ്ടില്ല, കേട്ടില്ല. അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മൗലിക അവകാശം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ നമ്മുടെ കയ്യിലിരിക്കുന്ന സംഭവമാണ്, ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഇങ്ങനത്തെ കമൻസ് ഒന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ തോന്നാറില്ല ചില സമയങ്ങളിൽ. അപ്പം അശ്വിനിയുടെ വീട്ടിൽ ചിലപ്പം ഇതായിരിക്കും രീതി, അല്ലെങ്കിൽ നമുക്ക് എവിടുന്നോ കിട്ടിയ ന്യൂസിനെ വെച്ചിട്ടായിരിക്കരുത് നമ്മൾ ഓരോരുത്തരെ നമ്മൾ വിലയിരുത്താനായിട്ട്. ചിലപ്പം
എന്താ സത്യമെന്ന് ആർക്കും അറിയില്ല. എനിക്ക് പോലും അറിയില്ലായിരിക്കും, നിങ്ങളെപ്പോലെ തന്നെ ആർക്കും എൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കും അറിയില്ല. സോ ആരെയും മുൻവിധി എഴുതാതിരിക്കുക. ആരും ആരുടെ കാര്യം ഒരിടത്തും പറയുന്നില്ല. കമൻസ് ഇടുന്നവരാണ് എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ട് ഇപ്പം എന്നോട് ഒന്ന് പറയും, ഡിവൈൻ എന്തിനാ അത് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ആകാശത്തുനിന്നൊരു അക്കൗണ്ട് സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നൊരു കമൻറ്റ് ഇട്ടോ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് വന്നിരുന്ന് ചലിക്കുന്നതല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഓപ്പണപ്പാക്കി പറയും. അതിലൊന്നാണ് ഈ കാര്യം. അതിൽ ഇനിയിപ്പം അശ്വിനി ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കമൻസിൽ ഇട്ടാൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം അശ്വിനിക്ക് മാത്രം അറിയുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കും കൂടെ അറിയാൻ പറ്റും എന്താണ്, ആരാണ് റോഡിൽ കൂടെ എന്തൊരു അവസരത്തിലാണ് റോഡിൽ കൂടെ പോകേണ്ടി വന്നതെന്ന് ഓടി തന്നെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് വെച്ചു. പിന്നെ ഇത് കണ്ടൻറ് ക്ഷാമമായിട്ട് വന്നതെന്ന് തോന്നിയാൽ ഓക്കെ, കുഴപ്പമില്ല, അങ്ങനെ തന്നെ വെച്ചു. എനിക്കൊരു കണ്ടൻറ് ഉണ്ടാക്കി തന്നതിനും നന്ദിയുണ്ട്. എനിക്ക് ചിരിയാണ് ആക്ച്വലി വരുന്നത്, പക്ഷെ അത് കണ്ടിട്ട് ചിരിച്ച് തള്ളിവിടാനും എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ച പോലെ തോമും ചാക്കോച്ചനും ഒക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. തോമും ഓൾമോസ്റ്റ് ഓക്കെ ആയി. ചാക്കോച്ചന് ഞാൻ വലിയ ട്രാജഡി ആയി മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദൈവകൃപയാൽ ഹീ സേഫ്, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞു കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ട് അവനെ വിട്ടാൽ മതിയെന്ന്. അതിന് മാത്രമുള്ള ട്രാജഡി ഉണ്ടായിട്ടില്ല. മൂന്നും പിള്ളേർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എടുത്തോ പിടിച്ചൊന്ന് മണ്ടേ വിടും എന്ന് ഞാൻ പറഞ്ഞത് ബെറ്റർ ആയാൽ വിടുമെന്നാണ്. ഞാൻ ബെറ്റർ ആയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിടില്ല, അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യാണ്. കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും ഹീലായി, അവൻ ഓക്കെയാണ്. കാരണം അവൻ ഒതുങ്ങിയിരുന്നാൽ നമ്മൾ വിചാരിക്കും അവൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ അവന് ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അതേസമയം അവൻ ചാടി നിൽക്കുകയാണ്. ഇന്ന് അവൻ ചാടിയും തുള്ളിയും എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ശരിക്കും ഒരാഴ്ചയായി വീട്ടിൽ കയറിയിട്ട്. ഇനി സ്കൂളിൽ പോകുമ്പം എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. മടി കാണും, ഒബ്വിയസ്ലി മടി കാണും. ഇന്ന് ഞാൻ ചോദിച്ചു, തോന്നുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്കൂളിൽ പോകണ്ടേ? വയ്യ. ഇപ്പോൾ പിള്ളേർക്ക് ഞാൻ പറയാറ്, പിള്ളേരുടെ മൈൻഡിൽ അതൊക്കെ സെറ്റാവാണ്. വയ്യ, പനിയാണ്, ചുമയാണെന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നെ ചാക്കോച്ചൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസത്തെ ഞാൻ ഒരുമിച്ച് എടുത്തുകൊണ്ട് തന്നെ ഏതൊക്കെ ഇടണം ഏതൊക്കെ ഇടണ്ട എന്നുള്ളതൊരു കൺഫ്യൂഷനുണ്ട്. പിന്നെ ഞാൻ ഇന്നൊരു റീൽസ് ഇട്ടിരുന്നു ചാക്കോച്ചൻ്റെ. അതായത് ഇവിടെ സ്ട്രോളർമേ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സ്ട്രോളറിലായിട്ട് ഇവിടെ ഇരുന്നത്. അല്ല എൻ്റെ കയ്യിലിരുത്ത് തന്നെ കൊണ്ടുപോകും. ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു നമ്മൾ ആൾ കൂടെ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളത്. എനിക്കറിയാം, പക്ഷേ ആ സ്ട്രോളറിന് ലോക്കുണ്ട്. നമ്മൾ ലോക്കിട്ട് വെക്കുമ്പം അത് അനങ്ങില്ല. ഞാൻ ആ ഫോട്ടോ എടുക്കാനുള്ള ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്താണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പ്ലാവ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ എടുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് അവരെ ഒന്ന് ഫോട്ടോയ്ക്ക് വിളിച്ചാൽ കിട്ടില്ല. സോ കിട്ടുന്ന സമയത്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു പാഠം കേട്ടോ. കാരണം പണ്ടത്തെ നമ്മൾ ഫസ്റ്റ് ഡെലിവറിയും അല്ലെങ്കിൽ അവരെ വളർത്തിയ രീതി വെച്ചിട്ടാണല്ലോ സെക്കൻഡ് ബേബിയിൽ നമ്മൾ എന്താ പറയുക എറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ചാക്കോച്ചൻ്റെ ആയാലും ഫോട്ടോസ് മാക്സിമം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ കുട്ടീനെ ഇട്ടിട്ട് പോവോ അല്ലെങ്കിൽ അവനെ അങ്ങനെ ഇരുത്തി പോകാറില്ല. ഒന്നെങ്കിൽ ഇവിടെ ഈ ഡോറിൻ്റെ അവിടെ ഇരുത്തുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ഭംഗിക്ക് ഒരു മണി പ്ലാന്റിലേക്ക് ഞാൻ വെച്ചതാണ്. അപ്പം അശ്വിനി പറയാം, ഡിമ്പിളിനെ ഞാൻ ഓടിക്കണോ നടത്തണോ, ഏത് റോഡിൽ കൂടെ വേണോ, പൂച്ചട്ടി വഴി പോകണോ, കുഴിക്കള്ളി വഴി പോകണോ, താഴത്തെ അമ്പലം വഴി പോകണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിനൊക്കെ നിങ്ങൾക്ക് മാസക്കൂലിയാണോ ദിവസക്കൂലിയാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഭയങ്കര ടാർഗറ്റിംഗ് ആണ് ഇപ്പോൾ, എന്താണെന്ന് അറിയില്ല. ടാർഗറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് നേരം പോക്ക്. എനിക്കൊരു കണ്ടൻറ്റ് ആയിക്കോട്ടെ. എനിക്കും ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എനിക്കും നല്ല കണ്ടൻറ്റ് ക്ഷാമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നതിന് അശ്വിനിക്കും താങ്ക് യു. ഇനി മേലാക്കം ആരോടും പറയാതിരിക്കുക. ഞങ്ങളെ അറിയത്തു പോലുമില്ല, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അറിയുന്നവരോട് ഏത് രീതിയിലാണ് സംസാരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരു കുഞ്ഞ് അഡ്വൈസായിട്ട് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് പറ്റുന്ന ദിവസം ഇനി പറ്റുന്ന ഏതെങ്കിലും ദിവസം നമുക്ക് ശരിക്കുള്ള വ്ളോഗ് എടുത്തു തുടങ്ങാം. ഇനി സത്യം പറഞ്ഞാൽ തോമസ് സ്കൂളിൽ പോയി തുടങ്ങിയാലേ എനിക്ക് വ്ളോഗിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.